നമസ്കാരം. ഞാനിന്ന് പറയാൻ പോകുന്നത് ശരിമൂർത്തിയെക്കുറിച്ചാണ്. ആ പേര് തന്നെ രസമില്ലേ, ശരിമൂർത്തി. അധ്യാത്മാനന്ദ സരസ്വതി സ്വാമികൾ എഴുതിയ ത്രിസന്ധ്യ എന്ന പുസ്തകത്തിൽ നിന്നാണ്. അതിലൊരു അധ്യായമാണിത്. സ്വാമിജിയുടെ പ്രഭാഷണങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ ഗുരുസ്ഥാനീയനായിട്ട് കാണുന്ന വ്യക്തികളിൽ ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിന് 3 പുസ്തകങ്ങളുണ്ട്. അതിലൊന്നാണ് ത്രിസന്ധ്യ. വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ തത്വങ്ങൾ വളരെ സിമ്പിളായിട്ട് പറയുന്ന ഒരു ആളാണ്. അപ്പോൾ ഇതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ശരിമൂർത്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമ്മളിലും എന്നിലും നിങ്ങളിലും നമ്മുടെ വീടുകളിലും സമൂഹത്തിലും പ്രസ്ഥാനങ്ങളിലും മതത്തിലും രാഷ്ട്രീയത്തിലും രാജ്യങ്ങളിലും എല്ലാം ഈ ശരിമൂർത്തികളുണ്ട്. ഒറ്റ നോട്ടത്തിൽ അവർ വളരെ കറക്റ്റാണ്, നല്ല വ്യക്തികളാണ്, സമാധാനപ്രിയരാണ് എന്നൊക്കെ തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ അവർ വളരെ കടുംപിടുത്തക്കാരാണ്, വളരെ നാരോ മെൻറ്റാലിറ്റി ഉള്ളവരാണ്. ഒരു വ്യക്തി മുഴുവനായിട്ട് ശരിമൂർത്തി ആവണമെന്നില്ല. നമ്മളിൽ എല്ലാവരിലും ശരിമൂർത്തിയുടെ അംശങ്ങൾ ഉണ്ടാവാം. അപ്പോൾ എന്താണിത് ശരിമൂർത്തി എന്നുള്ളത് നോക്കാം. ഇത് കേട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ അംശങ്ങൾ നമ്മളിലുണ്ടോ അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെട്ടവരിലുണ്ടോ, ആദ്യം നമ്മളിലുണ്ടോ നോക്കണം. ഏതൊരു കാര്യം ആദ്യം നമ്മൾ സ്വയം നോക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ളവരെ തിരുത്താനും വിലയിരുത്താനും ഒക്കെ പോയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ആദ്യം സ്വന്തം ഉള്ളിലേക്ക് നോക്കുക, അതിനുശേഷം മറ്റുള്ളവരെ നോക്കുക. പിന്നെ പുറമേ നടക്കുന്ന കാര്യങ്ങളിലേക്കും പ്രസ്ഥാനങ്ങളിലേക്കും മതങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും ഒക്കെ നോക്കാം. അപ്പോൾ ശരിമൂർത്തിയെക്കുറിച്ച് പറയണം. ആദ്യമായിട്ട്, ഈ കഥാപാത്രത്തെ നിങ്ങൾ അറിയുമോ? ഞാനൊരു ശരി, വലിയ ശരി. അതാണ് ആദ്യത്തെ ഫീച്ചർ. ഞാനൊരു ശരി, വലിയ ശരി. ഞാൻ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ശരി, ചിലതല്ല ഒക്കെ ശരി. എൻ്റെ ശരി നിനക്കു ശരിയെങ്കിൽ യെസ്, നീ ശരി, നിൻ്റെ ഇതും ശരി. അതായത് എൻ്റെ ശരി തന്നെയാണ് നിൻ്റെ ശരിയെങ്കിൽ നീയും ശരിയാണ്. അതായത് ഞാൻ പറയുന്നതിനോട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതിനോട് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നതിനോട് നീ യോജിക്കുന്നുണ്ടെങ്കിൽ നീയും ശരിയാണെന്ന് ഞാൻ സമ്മതിച്ചു തരാം. അല്ലാതെ നിരുപാധികമായിട്ടല്ല, അല്ലെങ്കിൽ കാര്യകാരണ സഹിതമല്ല. ഞാൻ പറയുന്നതിനോട് എൻ്റെ ശരി നിനക്കു ശരിയെങ്കിൽ യെസ്, നീ ശരി, നിൻ്റേതും ശരി. അതായത് നാം ശരി, നമ്മുടെ ശരി ശരി. എൻ്റെ അഭിപ്രായം തന്നെയാണ് നിനക്കെങ്കിൽ നീ ശരിയാണെന്ന് ഞാൻ സമ്മതിക്കാം. നമുക്ക് രണ്ടുപേർക്കും ഒരു അഭിപ്രായമാണ്. അവിടെ സോ കോൾഡ് അഭിപ്രായ സമന്വയം വന്നു. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഒരു അഭിപ്രായ സമന്വയമല്ല. എൻ്റെ അഭിപ്രായം തന്നെ നീ പറഞ്ഞാൽ മാത്രമേ ഇതിനെ ഞാൻ അംഗീകരിക്കുള്ളൂ. ഒരുതരം യെസ് ബോസ് കൾച്ചറാണിത്. മീറ്റിങ്ങിൽ അങ്ങനെയല്ല, യെസ് ബോസ്. എല്ലാവരും ബോസ് പറയുന്നതിനോട് ബോസ് പറയുന്നത് സമ്മതിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അവിടെ സോ കോൾഡ് അഭിപ്രായ സമന്വയമായി, നമുക്ക് ചായ കുടിച്ച് പിരിയാം. എന്നാൽ ആരെങ്കിലും ഈ പറയുന്ന ആളോട് എതിർത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രസ്ഥാനം എന്തിനോടാട്ടെ എതിർത്ത് കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങളാണ്. എന്നാൽ എതിർത്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, അല്ലെങ്കിൽ യോജിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ശരിയോട് നിൻ്റെ ശരി ചേർന്നില്ലെങ്കിൽ എന്താ ഉണ്ടാവുക എന്ന് പറയാണ്. എന്നാൽ നിൻ്റെ ശരി എനിക്കു തെറ്റെങ്കിൽ നീ തെറ്റ്, നിൻ്റേത് തെറ്റ്, നീ തിരുത്തപ്പെടേണ്ട തെറ്റ്. അതായത് നിൻ്റെ ശരി, നീ ശരിയായിട്ട് പറയുന്നത് എന്നെ സംബന്ധിച്ച് തെറ്റാണെങ്കിൽ നീ തെറ്റാണ്, നിൻ്റേത് തെറ്റാണ്, നീ തിരുത്തപ്പെടേണ്ട തെറ്റാണ്. അതായത് കാര്യങ്ങളുടെ മെറിറ്റ് അനുസരിച്ചല്ല, എൻ്റെ ശരികളോട് നീ യോജിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് അവിടെ മാനദണ്ഡം. എൻ്റെ ശരികളോട് നീ യോജിക്കുന്നില്ലെങ്കിൽ, അഥവാ നിൻ്റെ ശരി എന്നെ സംബന്ധിച്ച് തെറ്റാണെങ്കിൽ നീ വലിയൊരു തെറ്റാണ്, തിരുത്തപ്പെടേണ്ട തെറ്റാണ്. അവിടെ ആ ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റി, ആ കാര്യത്തിൻ്റെ മെറിറ്റ്, ഒരു ചർച്ചയുടെ പോസിബിലിറ്റി, അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ കൈമാറിയ യഥാർത്ഥ അഭിപ്രായ സമന്വയത്തിലെത്താനുള്ള സാധ്യത, ചർച്ച, സഹവർത്തിത്വം, സഹിഷ്ണുത, അവയ്ക്കൊന്നും യാതൊരു പ്രാധാന്യമില്ല. ഞാൻ പറയുന്നതിനോട് നീ യോജിക്കുന്നുണ്ടോ? ദാറ്റ്സ് എ സോൾ ക്വസ്റ്റ്യൻ. അതിനെ വളരെ ഭംഗിയായിട്ട് ഡിപ്ലോമാറ്റിക്കായിട്ട് പൊളൈറ്റായിട്ട് പല രീതികളിൽ അവതരിപ്പിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ആ ക്വസ്റ്റ്യൻ മാത്രമാണ്. പലപ്പോഴും അധികാരം ഈ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ചിലർ ഔട്ട്റൈറ്റായിട്ട് അധികാരം പ്രയോഗിക്കും, ചിലർ ഈ പറഞ്ഞാൽ അഭിപ്രായ സമന്വയം എന്നൊക്കെ പറയും. പക്ഷെ അത് എൻ്റെ ഇതിനോട് യോജിക്കണമെങ്കിൽ മാത്രമേ ഉള്ളൂ. ഒരുപാട് രീതിയിൽ എവിടെയും അധികാരം വരുന്നു, എവിടെയാണെങ്കിലും, അത് മതമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും വ്യക്തികളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും എല്ലായിടത്തും ഈ ഒരു എലമെൻറ്റ് കാണാൻ കഴിയും. ശ്രദ്ധിച്ച് നോക്കിയാൽ അത് നോക്കാനും മനസ്സിലാക്കാനും എല്ലാവർക്കും കഴിഞ്ഞു എന്ന് വരില്ല. പിന്നെ ഈ ഞാൻ തെറ്റാണെന്നും തിരുത്തപ്പെടണമെന്നും എന്നെക്കുറിച്ച് നീ ധരിച്ചാൽ അത് തെറ്റിദ്ധാരണ. ഞാൻ ചെയ്ത ഏതെങ്കിലും കാര്യങ്ങൾ തെറ്റാണ്, ഞാൻ തിരുത്തേണ്ടതെന്ന് നീ വിചാരിക്കുകയാണെങ്കിൽ അതിലെ ശരി തെറ്റുകളൊന്നും ഞാൻ നോക്കില്ല. അത് നിൻ്റെ തെറ്റിദ്ധാരണയാണ്. ഞാൻ ഔട്ട്റൈറ്റായിട്ട് പറഞ്ഞു, അത് നിൻ്റെ തെറ്റിദ്ധാരണയാണ്. ആ ധാരണാപിശക് തിരുത്തുന്നതാണ് ശരി, എൻ്റെ ഉദാരത. നീ തെറ്റാണെങ്കിലും നിനക്കത് തിരുത്താനുള്ള ഒരു അവസരം ഞാൻ നൽകുന്നുണ്ട്. അത് എൻ്റെ ഉദാരതയാണ്. അതായത് മര്യാദയ്ക്ക് എന്നോട് യോജിച്ചോ, അല്ലെങ്കിൽ ഐ വിൽ ജഡ്ജ് യു, അല്ലെങ്കിൽ ഐ വിൽ പണിഷ് യു എന്ന് പറയുന്നതിൻ്റെ ഒരു സിവിലൈസ്ഡ് ഫോമാണിത്. ഈ ഞാൻ തെറ്റാണെന്നും തിരുത്തപ്പെടണമെന്നും എന്നെക്കുറിച്ച് നീ ധരിച്ചാൽ അത് തെറ്റിദ്ധാരണ. ആ ധാരണാപിശക് തിരുത്തുന്നതാണ് ശരി, എൻ്റെ ഉദാരത. എൻ്റെ ശരി നീ ശരിയെന്ന് ഗണിക്കുമ്പോൾ നീ ശരിയെന്ന് ആശ്ലേഷിക്കാൻ എനിക്ക് മടിയില്ല. നേരത്തെ പറഞ്ഞു കഴിഞ്ഞാണ്, എൻ്റെ ശരി തന്നെയാണ് നിൻ്റെ ശരി, നീ സമ്മതിച്ചാൽ നിന്നെ ശരി എന്ന് പറഞ്ഞ് കൂട്ടാൻ എനിക്ക് പ്രശ്നമില്ല. നിൻ്റെ ശരി എൻ്റെ ശരിയാവണമെന്ന നിൻ്റെ വാശി പിടിവാശിയാണ്. അതായത് നീ പറഞ്ഞ കാര്യം നിൻ്റെ ശരി എൻ്റെ ശരിയാവണം എന്നുള്ള നിൻ്റെ വാശി പിടിവാശിയാണ്. നേരെ തിരിച്ച് എനിക്ക് ആ വാശിയാവാം, അത് പിടിവാശിയല്ല. അതായത് രണ്ടുപേർക്കും രണ്ട് നിയമങ്ങളാണ്.
നീ ഉദാരതയില്ലാത്ത അസഹിഷ്ണുവാണ്. എന്നെ നീ കർക്കശക്കാരനെന്ന് ആക്ഷേപിക്കുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ വാദിക്കുമ്പോൾ ഞാൻ കർക്കശക്കാരനാണെന്ന് നീ പറയുകയാണെങ്കിൽ അത് നിൻ്റെ കുഴപ്പമാണ്, നിൻ്റെ അസഹിഷ്ണുതയാണ്, നിൻ്റെ ഉദാരതയില്ലായ്മയാണ്. എൻ്റെ ലക്ഷ്യം അഭിപ്രായ സമന്വയം മാത്രമാണ്. ഓഫ് കോഴ്സ് ഇത് ഫുൾ സർക്കാസ്റ്റിലാണ് എഴുതുന്നത്, മനസ്സിലായിണ്ടാവല്ലോ. ഞാൻ എൻ്റെ ശരി നിൻ്റെയും ശരിയാക്കാൻ തന്ത്രപ്പെടുന്നതിലെ ശരി അറിയും. എൻ്റെ ശരി നിൻ്റെ കൂടി ശരിയാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അറിയൂ എന്നാണ് ഇവിടെ പറയുന്നത്. ശരിക്കും എൻ്റെ ശരി നിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാനോ എൻ്റെ ശരിയിലേക്ക് നിന്നെ കൊണ്ടുവരാനോ ആണ് ഞാൻ ശ്രമിക്കുന്നത്. അത് ഞാൻ ഫോഴ്സ് ചെയ്യാണ്. പക്ഷേ അത് ഇവിടെ ഞാൻ അതിനു വേണ്ടി കഷ്ടപ്പെടുന്നതിലെ ശരി അറിയൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ചെയ്യുന്നൊരു ത്യാഗമാണെന്ന് പറയുകയാണ്. നീ തെറ്റു തിരുത്തി നമുക്കൊരു ശരിയായാൽ ഞാൻ നിനക്ക് സ്വന്തം, നീ എനിക്കും സ്വന്തം. ഇനിയെങ്കിലും നീ അറിയൂ, എൻ്റെ ലക്ഷ്യം നമ്മുടെ നന്മയാണ്, ഏറ്റവും വലിയ ശരിയാണ്. അതുകൊണ്ട് മുൻവിധിയും പിടിവാശിയും കളഞ്ഞ് എൻ്റെ ശരി നിൻ്റെ ശരിയാക്കാൻ നോക്കൂ. ഒക്കെ ശരിയാകട്ടെ. ഈ ശരിമൂർത്തിയെ എങ്ങനെ ശരിപ്പെടുത്തും? ഞാനിതിൻ്റെ ഫോട്ടോയും കൂടി ഇടാം. അതായത് യഥാർത്ഥ ചർച്ചയും അഭിപ്രായവും ഒന്നുമില്ലാതെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു മതം എന്തോ ആവട്ടെ, എല്ലാവരിലും ഉണ്ട്. ഇത് ഒരു ഭാഗത്തേക്ക് മാത്രം റെസ്ട്രിക്റ്റഡായ കാര്യമൊന്നുമില്ല. ചിലയിടത്ത് വളരെ കൂടുതലാണ്. അവിടെ ചർച്ചയ്ക്കൊന്നും പ്രസക്തിയില്ല. ഞാൻ പറയുന്ന കാര്യത്തോട് നീ യോജിക്കുകയാണെങ്കിൽ ഓക്കെ, നമ്മളെല്ലാം ഫ്രണ്ട്സാണ്, നമ്മളെല്ലാം ഒരേ ലൈനിലാണ്, നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. പിന്നെ അതിനെ കുറേ ഡെക്കറേഷൻ, സഹിഷ്ണുത, കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഡെക്കറേറ്റ് ചെയ്യും. എന്നാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നതിന് നീ ചെറുതായിട്ടെങ്കിലും എതിർക്കുകയാണെങ്കിൽ അവിടെ ഞാൻ ഒരിക്കലും നിന്നെ അംഗീകരിക്കില്ല. ഞാൻ നിന്നെ അസഹിഷ്ണു എന്ന ലേബൽ ചെയ്യും, ഉദാരതയില്ലാത്തവെന്ന ലേബൽ ചെയ്യും. അവിടെ ചർച്ചയ്ക്കൊന്നും യാതൊരു സ്കോപ്പുമില്ല. എൻ്റെ ശരി ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ളതാണ് ശരിമൂർത്തിയുടെ ശരിക്കുള്ളൊരു ലൈൻ. അതിനെ വളരെ ഭംഗിയായിട്ട് വളച്ചൊടിച്ച് ഡിപ്ലോമാറ്റിക് ആയിട്ട് ഹിപ്പോക്രാറ്റിക് ആയിട്ട് അവതരിപ്പിക്കുക മാത്രമാണ് ഇയാൾ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് പേരില്ലേ ചർച്ച എന്നൊക്കെ പറയുമ്പോൾ ഇവൻച്വലി അവർ പറയുന്ന ഒരു കാര്യം മാത്രമേ അവർ ചെയ്യുള്ളൂ, സമ്മതിക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് അവർ ഒരിക്കലും പോവില്ല. നമുക്കും അറിയാം, അവർക്കും അറിയാം. എങ്കിലും പിന്നെ ചർച്ച എന്നൊക്കെ പറയുന്നത് വെറും ഒരു പ്രഹസനമാണ്. പലയിടത്തും എല്ലായിടത്തും അങ്ങനെയുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ സ്വയം അങ്ങനെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമുക്ക് ശരി തെറ്റുകൾ ഉണ്ടാവാം, പക്ഷെ നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിനെതിരെയുള്ള അഭിപ്രായപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചർച്ച ചെയ്യാൻ തയ്യാറാവണം. നമ്മൾ അവർ പറയുന്നത് എപ്പോഴും അതേപടി സ്വീകരിക്കണം എന്ന് ഞാൻ പറയില്ല. ചർച്ച ചെയ്യാൻ തയ്യാറാവുക, മെറിറ്റിൻ്റെ ബേസിൽ ചർച്ചകൾ നടക്കുക. എന്നിട്ട് കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ അഭിപ്രായം മാറ്റേണ്ട കാര്യമാണെങ്കിൽ മാറ്റണം, മാറ്റേണ്ടാത്ത കാര്യമാണെങ്കിൽ തുടരുക. ചില കാര്യങ്ങൾ രണ്ടുപേർക്ക് രണ്ട് അഭിപ്രായങ്ങളായിട്ട് അഗ്രി ടു ഡിസഗ്രി എന്ന് പറഞ്ഞ് തുടരാം. എല്ലാവരും ഒരേ അഭിപ്രായം തന്നെ വേണമെന്നില്ല, അല്ലേ? അപ്പോൾ ചർച്ച, ആശയ കൈമാറ്റം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായങ്ങളിലെ സ്വയം ബോധ്യപ്പെട്ടതിന് ശേഷമുള്ള മാറ്റം, എഗ്രിങ് ടു ഡിസഗ്രിങ്, വർക്കിംഗ് ആസ് എ ടീം ഇൻ സ്പൈറ്റ് ഓഫ് ഡിഫറൻസസ്. പിന്നെ മറ്റൊരാളുടെ കാര്യത്തോട് വിയോജിപ്പുണ്ടെങ്കിലും അയാൾക്കത് പറയാനുള്ള അവകാശമുണ്ട് എന്നുള്ളൊരു അറിവ്. അല്ലെങ്കിൽ ഒരാളുടെ അഭിപ്രായം മാത്രമല്ല അയാളുടെ വ്യക്തിത്വം. അഭിപ്രായങ്ങൾക്ക് അതീതമായിട്ട് അയാളൊരു വ്യക്തിയാണ്, അയാൾക്കൊരു വ്യക്തിത്വമുണ്ട്, അയാൾക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ കാര്യങ്ങളും ഒരേ അഭിപ്രായം, ഒരു ഇത് വേണമെന്നില്ല. അങ്ങനെ ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. ഏതൊരു വ്യക്തിയിലും, ഏതൊരു ടീമിലും, ഏതൊരു സെറ്റപ്പിലും, എവിടെയാണെങ്കിലും, ഏതൊരു സ്ട്രക്ചറിലും സിസ്റ്റത്തിലും വേണ്ട കാര്യങ്ങളാണ്. എന്നാൽ ശരിമൂർത്തിമാരുള്ളപ്പോൾ അതൊരിക്കലും പറ്റില്ല, അല്ലേ? അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം. ഒറ്റയടിക്ക് നമുക്ക് ശരിമൂർത്തിമാരെ കണ്ടെത്താൻ കഴിയില്ല. കാര്യം അവർ ഉദാരതയുടെയും സഹിഷ്ണുതയുടെയും മുഖംമൂടിയാണ് ഞാൻ പലപ്പോഴും വരിക. പക്ഷേ ഈ മുഖംമൂടിക്കുള്ളിൽ എത്രത്തോളം അവർ കടുംപിടുത്തക്കാരാണ്, എത്രത്തോളം അവർ ഒരടിയെങ്കിലും അവരുടെ അഭിപ്രായത്തിൽ നിന്ന് മാറാൻ തയ്യാറാണ് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മുടെ ഉള്ളിലെയും മറ്റുള്ളവരുടെ ഉള്ളിലെയും ഈ ശരിമൂർത്തികളെ ഒന്ന് തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കുക. അങ്ങനെ ആവാതിരിക്കുക എന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. ഞാനിത് കമ്മ്യൂണിറ്റി സെക്ഷനിൽ ഇടാം. ഇതൊന്നും കൂടി ശ്രദ്ധിച്ച് വായിച്ച് നോക്കൂ. ഓരോ വരിയും വീണ്ടും വീണ്ടും വായിച്ച് അനലൈസ് ചെയ്യത്തക്ക രീതിയിൽ ഉണ്ട്. ഞാൻ ഒന്നുകൂടി ഒറ്റയടിക്ക് ചേർത്ത് വായിക്കാം, ഒരു മിനിറ്റിൽ. ശരിമൂർത്തി, ഈ കഥാപാത്രത്തെ നിങ്ങൾ അറിയുമോ? ഞാനൊരു ശരി, വലിയ ശരി, ഞാൻ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ ശരി. എൻ്റെ ശരി നിനക്കു ശരിയെങ്കിൽ യെസ്, നീ ശരി, നിൻ്റേതും ശരി. അതായത് നാം ശരി, നമ്മുടെ ശരി. എന്നാൽ നിൻ്റെ ശരി എനിക്കു തെറ്റെങ്കിൽ നീ തെറ്റ്, നിൻ്റേത് തെറ്റ്, നീ തിരുത്തപ്പെടേണ്ട തെറ്റ്. ഈ ഞാൻ തെറ്റാണെന്നും തിരുത്തപ്പെടണമെന്നും എന്നെക്കുറിച്ച് നീ ധരിച്ചാൽ അത് തെറ്റിദ്ധാരണ. ആ ധാരണാപിശക് തിരുത്തുന്നതാണ് ശരി, എൻ്റെ ഉദാരത. എൻ്റെ ശരി നീ ശരിയെന്ന് ഗണിക്കുമ്പോൾ നീ ശരിയെന്ന് ആശ്ലേഷിക്കാൻ എനിക്കും മടിയില്ല. നിൻ്റെ ശരി എൻ്റെ ശരിയാവണമെന്ന നിൻ്റെ വാശി പിടിവാശിയാണ്. നീ ഉദാരതയറ്റ അസഹിഷ്ണുവാണ്. എന്നെ നീ കർക്കശക്കാരനെന്ന് ആക്ഷേപിക്കുന്നു. എൻ്റെ ലക്ഷ്യം അഭിപ്രായ സമന്വയം. ഞാൻ എൻ്റെ ശരി നിൻ്റെയും ശരിയാക്കാൻ തത്രപ്പെടുന്നതിലെ ശരി അറിയൂ. നീ തെറ്റുതിരുത്തി നമുക്കൊരു ശരിയായാൽ ഞാൻ നിനക്ക് സ്വന്തം, നീ എനിക്കും. ഇനിയെങ്കിലും നീ അറിയൂ, എൻ്റെ ലക്ഷ്യം നമ്മുടെ നന്മയാണ്, ഏറ്റവും വലിയ ശരിയാണ്. അതുകൊണ്ട് മുൻവിധിയും പിടിവാശിയും കളഞ്ഞ് എൻ്റെ ശരി നിൻ്റെ ശരിയാക്കാൻ നോക്കൂ. ഒക്കെ ശരിയാകട്ടെ. ലാസ്റ്റ് ഒരു ചോദ്യമുണ്ട്, ഈ ശരിമൂർത്തി എങ്ങനെ ശരിപ്പെടുത്തും? ഒബ്സർവ് ചെയ്യുക, തിരിച്ചറിയുക, സ്വയം കറക്റ്റ് ചെയ്യുക, ബാക്കിയുള്ളവരെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. എത്രത്തോളം വിജയിക്കുന്ന അറിയില്ല. ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ. വളരെ സബ്റ്റിലായിട്ട് എഴുതിയിട്ടുള്ളതാണ്. വീണ്ടും വീണ്ടും വായിക്കുക. അർത്ഥം മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി വായിക്കുക. ശ്രദ്ധിച്ച് വായിച്ചാൽ ഇത് മനസ്സിലാകും. ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ കേൾക്കേണ്ടി വരും.
അപ്പോൾ ഇത്രയും മാത്രം പറയുന്നു. സ്വാമിജിയുടെ 4ാമത്തെ പുസ്തകം പറയൂ കേൾക്കാം എന്നുള്ളത് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. തീർച്ചയായും വായിക്കാൻ താല്പര്യമുള്ളവർ വായിക്കുക. വളരെ നല്ല രീതിയിൽ ഒരു ആധ്യാത്മികത മാത്രമല്ല, ജീവിതത്തിൽ മുഴുനീളം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെയുള്ള 3 പുസ്തകങ്ങളിലും ഉള്ളത്. 4ാമത്തെ പുസ്തകം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അധികം വൈകാതെ കയ്യിൽ കിട്ടും, അത് വായിക്കുന്നുണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ വാങ്ങി വായിക്കുക. താങ്ക് യു.